സ്മൂത്ത് ആയിട്ടുള്ളൊരു പഞ്ചാണ് ഇപ്പോൾ വരുന്നത്. ഇനി നമുക്കിതിനെ ഒരു മിഡിലേക്ക് വരുന്നവർ നോക്കിയാൽ മതി. വെയിറ്റ് കൂടാൻ തുടങ്ങി പഞ്ചിന്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോടെക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് VIയുടെ സബ്സോണിക് ടൈപ്പ് സബ്വൂഫർ ഫിൽറ്റർ വേർഷൻ 4 നമ്മളൊരു റിവ്യൂ ചെയ്തിരുന്നു ഇതിന് കുറച്ച് മുമ്പ്. സോ അതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ നമ്മൾ കുറച്ച് ഡിലേ ആയി. വേറെ ഒന്നും കൊണ്ടല്ല, വേറെ കുറെ തിരക്കുകൾ എനിക്ക് വന്നു. സോ അതൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇപ്പോൾ അതിന്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. സോ ഇതാണ് നമ്മുടെ ഒരു VIയുടെ സബ്സോണിക് ടൈപ്പ് സബ്വൂഫർ ഫിൽറ്റർ. ഇപ്പൊ ഇതില് ഒരുപാട് കൺട്രോളുകളൊക്കെ ഉണ്ട്, സബ്സോണിക് ടൈപ്പ് കൺട്രോൾസ് ഒക്കെ ഉണ്ട്. ഇതെന്താണെന്ന് ഞാൻ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ഇത് നമുക്ക് സബ്വൂഫർ ആംപ്ലിഫയർ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ കൺട്രോളും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ നേരിട്ട് ഇതിന്റെ ടെസ്റ്റിംഗ് വീഡിയോയിലേക്ക് ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ VIയുടെ സബ്സോണിക് ടൈപ്പ് ഫിൽറ്റർ. ഇതിന്റെ കണക്ഷൻസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ളത്. ഇതിന്റെ പവർ സപ്ലൈ കൊടുക്കേണ്ടത് ഈ ഭാഗത്തായിട്ടാണ്. അവിടെ പ്ലസ് ഗ്രൗണ്ട് മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ 27 ട്രാൻസ്ഫോമർ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്വൂഫർ ആംപ്ലിഫയർ ജസ്റ്റ് ഒരു ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇതിലേക്ക് നമ്മളാണ് ഇതിന്റെ ടെസ്റ്റിംഗ് ആംപ്ലിഫയേഴ്സ് ആണ്. ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതുവഴിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സബ്വൂഫർ ഫിൽറ്ററിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതില് 27 ട്രാൻസ്ഫോമർ ആണ് ഈ ഭാഗത്ത് ഉള്ളത്, നോക്കി അറിയാൻ പറ്റും. ഇപ്പൊ ഇതില് ഈ ഒരു ട്രാൻസ്ഫോമർ എന്നുള്ള സപ്ലൈ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലാണ് നമ്മളിപ്പോ ഇത് കണക്ട് ചെയ്യണം. നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. 27 അതായത് 36 വോൾട്ടേജ് ഒക്കെ വരും. അപ്പൊ ഇത് നേരിട്ട് കണക്ട് ചെയ്യാം, കാരണം അതിൽ ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോ പറഞ്ഞ വോൾട്ടേജിൽ നമുക്ക് കണക്ട് 1202 എന്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് ഇതിന് പവർ സപ്ലൈ. വേണമെങ്കിൽ ഈ ഒരു ഇവിടെ നമുക്ക് ഈ റെസിസ്റ്റർ ഉണ്ടോ 1.5K റെസിസ്റ്റർ മാറ്റിയിട്ട് ഒരു 330 ഓംസ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1202 ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യാം. സോ ഇത്രയാണ് ഇതിന്റെ കണക്ഷൻസ് ആയിട്ട് ഇവിടെ പവർ സപ്ലൈനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇൻപുട്ട് ഇവിടെയാണ്. ഇൻപുട്ടും ഗ്രൗണ്ടും നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. 2 ഇൻപുട്ട് ഇവിടെ കണക്ട് ചെയ്യാം. ഇത് സബ് ഔട്ട് ആണ്. ഔട്ട് ഈ ഭാഗത്ത് നിന്നാണ് നമുക്ക് സബ് ഔട്ട് എടുക്കേണ്ടത്. സോ ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിന്റെ കണക്ഷൻ വൈസ് വരുന്നത്. ഇനി ഇവിടെ ഒരു എസ് ബാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് കണക്ട് ഷോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ എസ് ബാസ് ലെവൽ ഒന്നുകൂടി ബൂസ്റ്റ് ആവും. അപ്പൊ അതിന്റെ നമുക്ക് ആവശ്യം, നമ്മളിപ്പോ ഈ ഭാഗം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ കണക്ഷൻ കൊടുത്ത് ചെക്ക് ചെയ്യുക, എന്നിട്ട് ഇതിന്റെ കൺട്രോൾസ് ഒക്കെ നമുക്ക് അലൈൻ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നാണ്. ഓക്കെ, അപ്പൊ നമ്മള് കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ആംപ്ലിഫയർ ബോർഡ്. ആ ബോർഡിൽ നിന്ന് എത്രയാണ് പവർ സപ്ലൈ പോകുന്നത് അതേ പവർ സപ്ലൈ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. പ്ലസ് ഇവിടെ ഗ്രൗണ്ട് മൈനസ് ഇങ്ങനെ ജസ്റ്റ് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് നമ്മൾ ഈ ഒരു ഇവിടെ നിന്നുള്ള ഇൻപുട്ടാണ്. അത് ഇൻപുട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടെസ്റ്റിംഗ് ആംപ്ലിഫയർ ആണ്. ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആംപ്ലിഫയർ ഇതിലേക്ക് പവർ സപ്ലൈൻ്റെ ഒക്കെയാണ് യൂസ് ചെയ്യാറ്. സോ ഇതിന്റെ ഔട്ട് സബ് ഔട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഔട്ട് നേരെ എടുത്തിട്ട് ഇവിടെ ഒരു വോളിയം കൺട്രോൾ വെച്ചിട്ട് ഈ ഒരു വോളിയം കൺട്രോൾ വഴിയാണ് ഞാൻ അതിൽ ഈ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കണക്ഷൻസ് എല്ലാം ഓക്കെ ആണ്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ VIയുടെ സബ്സോണിക് സബ്വൂഫർ ഫിൽറ്റർ വേർഷൻ 4 ടെസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു പഴയൊരു സബ്വൂഫർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൽ തന്നെ ആ പഞ്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പം ഞാൻ നോക്കുന്നത്. കൂടാതെ 2 സ്പീക്കറും, അതായത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറും 2 സ്പീക്കറും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സബ്വൂഫർ മാത്രമായിട്ട് കണക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് അറിയണമെങ്കിൽ 2.1 ആയിട്ട് കണക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ പെൻ ഡ്രൈവ് റീസെൻ്റ്ലി കറക്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ലാപ്പിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. Mixed DJs.
ഇനി നമുക്ക് ഈ സബ് വൂഫറിന്റെ ബാസ് ക്വാളിറ്റി ഈ ഫിൽറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പൊ നമ്മളൊരു എല്ലാ സെറ്റിങ്സും ഒരു മീഡിയം ആണ്. ഈവൻ ഫ്രീക്വൻസി നമുക്ക് മീഡിയത്തിൽ വെക്കാം. മിഡിൽ ലെവല് അപ്രോക്സിമേറ്റ്ലി മിഡിലാണ്. സബ്സോണിക് മീഡിയം, ആൾ സെറ്റിങ്സ് മീഡിയം ആണ്. അപ്പോൾ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വോളിയം ഇച്ചിരി കുറവാണ്, ഞാൻ കുറച്ച് കൂട്ടട്ടെ. കണ്ടോ? അപ്പൊ ഇനി നമ്മൾ ഇതൊന്ന് കൂട്ടി നോക്കാം. ഒരു 40 Hz മാത്രം ഒന്ന് കൂട്ടി നോക്കാം. 40 Hz ഓവറായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 40 Hz പറഞ്ഞാൽ ഇച്ചിരി ഹെവി പഞ്ചാണ്. സ്മൂത്ത് ആക്കണമെങ്കിൽ നമുക്കൊരു മീഡിയം വെക്കണതിനാണ് നല്ലത്. ഫ്രീക്വൻസി നമ്മൾക്ക് ഇപ്പൊ മിഡിലായിരിക്കണത്, അത് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ രണ്ടും ഒരേപോലെ തിരിക്കുക. അപ്പൊ നമുക്ക് വെയിറ്റ് കൂടുന്നത് കാണാം. പഞ്ചിന്റെ വെയിറ്റ്, ബേസിന്റെ വെയിറ്റ് നമുക്ക് കൂടി കൂടി ഫീൽ ചെയ്യും. ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ, റൈറ്റിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ, ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ സോഫ്റ്റ് ആയി വന്നു. നന്നായിട്ട് നമ്മൾ തിരിക്കും. ഇപ്പൊ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ച കിട്ടണേ. അപ്പൊ നമുക്ക് ഈ ഫ്രീക്വൻസി ലെവലാണ് മെയിനായിട്ട് സോഫ്റ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കി സബ്സോണിക്കിലൊക്കെ ഒരു മീഡിയം ലെവൽ വെക്കണതാണ് നല്ലത്. കാരണം അത് കൂട്ടിയും കുറച്ചും ചെയ്യുന്ന ഫ്രീക്വൻസി അനാവശ്യമായിട്ട് കട്ടായി പോകും. അപ്പൊ നമുക്ക് ഒരു മിഡിൽ ലെവൽ വെച്ച് സെറ്റ് ചെയ്യാം. ഗെയിൻ ലെവൽ ആവശ്യത്തിനനുസരിച്ച് വെച്ചാൽ മതി. അത് ഈ ഗെയിനിന്റെ സെറ്റിംഗ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫുൾ വോളിയം വെച്ചാലും സബ് വൂഫറിന് ഒരു എന്താ പറയാ, ഒരു ഡിസ്റ്റോർഷൻ ഫീൽ ചെയ്യാതെ, ഒരു പതർച്ച വരാതെ നോർമലായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ചില ആംപ്ലിഫയറിലെ ഗെയിൻ കുറവാണെങ്കിൽ കൂട്ടി വെക്കാം, കൂടുതലുള്ള ആംപ്ലിഫയറിനെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ സബ് വൂഫർ കംപ്ലൈന്റ് ആയി പോകും. ഓക്കെ, അത് ക്ലിപ്പിങ്ങിലോട്ട് പോയി അവസാനം കംപ്ലൈന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓവർ ഗെയിൻ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഗെയിന് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തേക്കാം. അതായത് വോളിയം ഫുൾ ആയാലും നമ്മുടെ സബ് വൂഫർ ക്ലിപ്പിങ്ങിലോട്ട് ഓവർ ഗെയിനിലേക്ക് പതർച്ചയിലേക്ക് പോവാതെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗെയിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ 40 Hz ബൂസ്റ്റിംഗ് വേണമെങ്കിൽ ചെയ്താൽ മതി. 40 Hz ബൂസ്റ്റ് ചെയ്യുമ്പോൾ സബിന്റെ ഒരുപാട് ഹെവിനെസ് കൂടും. ആ ഹെവിനെസ് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 40 Hz ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതെല്ലാം നമുക്ക് നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇതൊരു നല്ലൊരു കിടിലൻ സബ്സോണിക് ഫിൽറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഈ ഒരു സബ്സോണിക് ടൈപ്പ് ഫിൽറ്റർ ഇച്ചിരി പ്രീമിയം ടൈപ്പ് ആണ്. വേർഷൻ 4 ആണ്. വേർഷൻ 4 ഈ ഒരു ബഫർ സ്റ്റേജ്, ഡുവൽ ബഫർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ആംപ്ലിഫയറുകളെ മാച്ച് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പെർഫോമൻസ് വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത് ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ തമ്മിൽ മിക്സ് ആവാതിരിക്കാനും ഇത് ഈ ഒരു ബഫർ സ്റ്റേജ് നമുക്ക് സഹായിക്കുന്നുണ്ട്. കാരണം ഇത് 2 സ്റ്റേജ് സെപ്പറേറ്റ് ആംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് ഇവിടെ സിംഗിൾ മോണോ ആക്കിയിട്ട് മാറ്റിയിട്ട് ഈ ഒരു ആംപ്ലിഫയർ സെക്ഷൻ ഫിൽറ്റർ സെക്ഷനിലേക്ക് പോകുന്നത്. ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് അതും ഒരു കമന്റിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും ബൈ.